ഇന്ന് നമുക്ക് മുടി വളരെ പെട്ടെന്ന് തന്നെ വളരാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിനായിട്ട് ഞാനൊരു കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. നമുക്ക് കറ്റാർവാഴയുടെ 1 ലീഫോ 2 ലീഫോ എടുക്കാം. ഞാനിവിടെ 1 ലീഫാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിലെ ജെല്ല് നന്നായിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഞാനിവിടെ ഒരു ജെല്ലെടുക്കാൻ കാരണം ഇതെൻ്റെ വീട്ടിലെ കറ്റാർവാഴയല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അയൽവാസിയിലെ വീട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് കറ്റാർവാഴ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒരു കറ്റാർവാഴയുടെ ലീഫ് എടുത്തത്. നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 2 or 3 കറ്റാർവാഴയുടെ ലീഫ് എടുക്കാവുന്നതാണ്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരയ്ക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റുക. നമ്മൾ അത് അരയ്ക്കുമ്പോൾ വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ചേർക്കാൻ പാടില്ല. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെയാണ് നമ്മളത് അരച്ചെടുക്കേണ്ടത്. അപ്പം ഞാനതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം 2 സ്പൂൺ ഉലുവ. നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം 1 സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിത് അരച്ചെടുത്തപ്പോൾ ഭയങ്കര കട്ടിയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം പോലെ ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു വെള്ളം പരുവത്തിലാക്കിയിട്ട് നമ്മൾ എടുക്കണം. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 സ്പൂൺ ഉലുവയാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ ജെല്ല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കറ്റാർവാഴയുടെ ലീഫ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2-3 ലീഫ് എടുക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ആ കറ്റാർവാഴയുടെ ഒരു ജ്യൂസ് നിങ്ങൾക്ക് കിട്ടും. എനിക്കിവിടെ കുറച്ച് ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഉലുവ ഇട്ടതിന് ശേഷം നന്നായിട്ടത് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓവർനൈറ്റ് അത് വെക്കുക. പിറ്റേ ദിവസമാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഈവനിങ്ങിലാണ് ഞാനിത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് മോർണിംഗിലാണ് ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ആണ് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനതൊരു ഷാൾ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടിയൊക്കെ തലയിൽ പറ്റി പിടിക്കുക. എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റില്ല നമുക്കിത് തലയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാനൊരു തുണി ഉപയോഗിച്ചിട്ട് അത് നല്ല രീതിയിലായിട്ട് ജ്യൂസ് മാത്രം അങ്ങോട്ട് എടുക്കുന്നത്. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് വീക്കിലി 2 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതിനു മുന്നേ ആദ്യം നിങ്ങളുടെ തലയിൽ നന്നായിട്ട് നിങ്ങൾ ഏത് തരം ഓയിലാണ് യൂസ് ചെയ്യാറ് അത് നന്നായിട്ട് തേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് പോവും. അതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ നിങ്ങൾ ഏത് തരം ഓയിലാണ് യൂസ് ചെയ്യാറ് അത് നന്നായിട്ട് തേക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഞാനിത് അപ്ലൈ ചെയ്തിട്ടൊരു 30 മിനിറ്റോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കിത് ആഴ്ചയിൽ 1 തവണയോ 2 തവണയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ അരച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം. ഒരു 2 മാസമൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.